രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂർലോസ് സ്ഥാനത്യാഗം ചെയ്ത യാക്കോബായ മെത്രാപ്പൊലിത്ത നിരണം അദ്ദേഹം ഒരു വസ്തുത പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ദയനീയമായി തോറ്റു, അതുകൊണ്ട് തിരുത്തണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എൻ്റെ പക്ഷമാണ് ഇടതുപക്ഷം എന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതിന് പ്രതികരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിനെ വിവരദോഷി എന്ന് വിളിച്ചു. അപ്പോൾ അതിനു മുമ്പ് പിണറായി വിജയൻ പറഞ്ഞിരുന്നത് വേണ്ട തിരുത്തലുകളൊക്കെ വരുത്തും എന്നാണ്. അതിനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ആ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞു, പിണറായി വിജയന്റെ കാല് നിൽക്കാൻ പോയിട്ടല്ലേ ഇതുണ്ടായത് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ചങ്ങനാശ്ശേരിയുമായി ബന്ധപ്പെട്ട് ഈ കൂർലോസുമായി ചങ്ങനാശ്ശേരിക്ക് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി സുകുമാരൻ നായർക്ക് നല്ല ബോധ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാധാകൃഷ്ണനും അതേപ്പറ്റി ഒരു ധാരണ. ഇദ്ദേഹത്തിൻ്റെ പേര് ഈ കൂർലോസ് എന്ന് പറയുന്ന ഈ തിരുമേനിയുടെ യഥാർത്ഥ പേര്, ഇത് അദ്ദേഹം സന്യാസത്തിലേക്ക് വന്നപ്പോൾ സ്വീകരിച്ചതാണ് ഈ കൂർലോസ് എന്നുള്ള പേര്. അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും ജോർജ് മാത്യു എന്നാണ്. ജോർജ് മാത്യു ചങ്ങനാശ്ശേരിയിൽ ആയിട്ട് നല്ല അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അതോടെ ഈ ചങ്ങനാശ്ശേരി SB കോളേജിലെ സെബാസ്റ്റ്യൻ വട്ടമറ്റം എന്ന് പറയുന്ന ഒരു അധ്യാപകനുണ്ട്. SB കോളേജിൽ അദ്ദേഹം വിപ്ലവകാരിയാണ്. അതെ, അദ്ദേഹം വിപ്ലവകാരിയാണ്. അദ്ദേഹവും ഈ ജോർജ് മാത്യുവും അവിടെ ഉള്ള ഒരു കളരിപ്പറമ്പ് കോളനി എന്ന് പറയുന്ന ഒരു കോളനിയുണ്ട്. ആ കോളനിയിലുള്ള ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ട്. ആ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രാഞ്ച് കമ്മിറ്റിയുടെ യോഗം ചേർന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്, ഈ വട്ടമറ്റത്തിൻ്റെ വീട്ടിലാണ്. വട്ടമറ്റം ഇതിന് വലിയൊരു പാരമ്പര്യമൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. സെബാസ്റ്റ്യൻ കാപ്പൻ്റെ സഹോദരിയുടെ മകനാണ് ഇദ്ദേഹം. ലിബറേഷൻ തിയോളജിയാണ്. ആ ലിബറേഷൻ തിയോളജിയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം കത്തോലിക്ക സഭയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്ന ഇദ്ദേഹം എന്ന് മാത്രവുമല്ല, പഴയ കേണിച്ചിറ മത്തായിയുടെ കൊലപാതകം ഓർമ്മയുണ്ടല്ലോ. ആ കൊലപാതകം നടന്ന സമയത്ത് പോലീസിൻ്റെ തേർവാഴ്ച ഉണ്ടായി. അത് സത്യമാണ്. പോലീസ് അവിടുത്തെ ആദിവാസി ഊരുകളിലെല്ലാം കയറിയിട്ട് കണ്ണി കണ്ടവരെയൊക്കെ പോലീസിനെ കയറൂരി വിട്ടാൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം ആരും പറയേണ്ടതില്ല. അത് ഡിസിപ്ലിൻഡ് ഫോഴ്സാണ്. ആ ഡിസിപ്ലിൻ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ അത് ഏറ്റവും അപകടം ചെയ്യും. ഈ മരുന്ന് മാരക വിഷമായി തീരുന്നത് പോലെയാണ് പോലീസിൻ്റെ ഈ ഡിസിപ്ലിൻ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത് സംബന്ധിച്ച് അന്ന് PUCL എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു, സിവിൽ ലിബർട്ടീസ്. ജാർഖണ്ഡൊക്കെ ഭയങ്കരമായിരുന്നു. ആ സംഘടന എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്നേഹിതനായിരുന്ന അഡ്വക്കേറ്റ് വിൻസെൻ്റ് പാനിക്കുളങ്ങരയുടെ നേതൃത്വത്തിൽ ഈ വട്ടമറ്റവും ജോർജ് മാത്യുവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംഘത്തെ അങ്ങോട്ട് അന്വേഷണത്തിന് വിട്ട് കഴിഞ്ഞ് ഇവരവിടെ പോയിട്ട് ഒരാഴ്ച നിന്ന് അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ജോർജ് മാത്യു ഇപ്പോഴത്തെ കൂർലോസും. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ട് ഈ വട്ടമറ്റം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട്, പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മീറ്റിങ്ങുകളിൽ പ്രസംഗിച്ചു. 3 എണ്ണം കഴിഞ്ഞപ്പോഴേക്കും പാർട്ടി ഇടപെട്ടിട്ട് പറഞ്ഞ് ഇനി പ്രസംഗിക്കണം എന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ അംഗീകാരം നേടിയിരിക്കണം എന്ന് പറഞ്ഞ് വട്ടമറ്റം അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി. ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഒരു ഇടതുപക്ഷമല്ല, അദ്ദേഹം പൂർവാശ്രമത്തിൽ അദ്ദേഹം CPM അംഗമായിരുന്നു. CPM അംഗം തെറ്റില്ല. പക്ഷേ സന്യാസം സ്വീകരിച്ചതിന് ശേഷം, അതായത് യേശുക്രിസ്തുവാണ് പ്രപഞ്ചരക്ഷകൻ എന്ന് അംഗീകരിച്ചതിന് ശേഷം, ക്രൈസ്തവ സന്യാസി അംഗീകരിക്കുന്നത് യേശുക്രിസ്തു മാത്രമാണ് പ്രപഞ്ചത്തിൻ്റെ രക്ഷകൻ എന്ന ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരിക്കണം. ആ വിശ്വാസം കിട്ടിയതിന് ശേഷം അദ്ദേഹം എങ്ങനെയാണ്
കമ്മ്യൂണിസം സൂക്ഷിച്ചിരുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കരണത്തടിച്ചാൽ ആ കരണം കാണിച്ചു കൊടുക്കണം എന്ന് യേശുദേവൻ ഒന്ന്, ശത്രുവിനെ സ്നേഹിക്കണം എന്ന് യേശുദേവൻ, സഹോദരനോട് 70 വട്ടം ക്ഷമിക്കണം എന്ന് യേശുദേവൻ, വർഗശത്രുവിനെ ഉന്മൂലനാശം വരുത്തണം എന്ന് കമ്മ്യൂണിസം. കമ്മ്യൂണിസത്തിൽ ക്ഷമ എന്നൊരു വാക്കില്ല, സഹനം എന്നൊരു വാക്കില്ല. നിങ്ങൾ സഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവർ കീഴ്പ്പെടുത്തും എന്നാണ്. സഹനത്തിലൂടെ പ്രപഞ്ചത്തെ കീഴടക്കാൻ കഴിയുമെന്ന യേശുദേവൻ്റെ വിശ്വാസം ഒരു കമ്മ്യൂണിസ്റ്റുകാരനുമില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ അത് ഉണ്ടാകാനും പാടില്ല. മാർക്സ് അത് അംഗീകരിച്ചിട്ടുമില്ല. അപ്പോൾ ഇനി പ്രകൃതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ബഹുമാനപ്പെട്ട ഈ പുരോഹിത ശ്രേഷ്ഠൻ എങ്ങനെയാണ് യേശുദേവനെയും കമ്മ്യൂണിസത്തെയും ഒരുപോലെ കൊണ്ടു നടന്നത് എന്നുള്ളതാണ്. അതിലൊരു കാര്യം, 2 യജമാനന്മാരെ നിനക്കൊരിക്കലും ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ല എന്ന് യേശുദേവൻ പറഞ്ഞ ആ വാക്യവും ഇദ്ദേഹം അവിടെ ലംഘിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ താനിതാണെന്ന്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഡെപ്യൂട്ടേഷനിലാണോ ഇത് പള്ളിയിൽ പ്രവർത്തിക്കാൻ മെത്രാനായത്? കാരണം അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഹൃദയപക്ഷത്തിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം ഡെപ്യൂട്ടേഷനിലായിരുന്നു. ഇനി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാളോട് അച്ചടക്കം ശീലിക്കാൻ പറയാൻ പിണറായി വിജയൻ അവകാശമില്ലേ? അതെ. അതായത് ഈ അദ്ദേഹം നേരത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നല്ലോ, കൂർലോസ്. സാധാരണഗതിയിൽ ജോർജ് മാത്യു എന്ന കൂർലോസ്. അപ്പൊ സാധാരണഗതിയിൽ 50 കൊല്ലമായിട്ടോ 60 കൊല്ലമായിട്ടോ പിണറായി വിജയൻ ഒരു സഖാവിനോട് എങ്ങനെ പെരുമാറുമായിരുന്നോ അങ്ങനെയാണ് കൂർലോസിനോട് പെരുമാറിയിരിക്കുന്നത്. ഇപ്പോൾ അതിൽ തെറ്റുണ്ടോ? അത് ഒരു തെറ്റുമില്ല. കാരണം ഇദ്ദേഹം ഈ പാർട്ടിക്കാരനായ സ്ഥിതിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഇങ്ങനെ പരസ്യമായിട്ട് വിമർശിക്കാൻ അധികാരമില്ല. പാർട്ടി ഫോറത്തിൽ വേണം പറയാനായിട്ട്. അതെ, വിമർശനത്തിന് പാർട്ടിക്ക് പാർട്ടിയുടെ അച്ചടക്കമുണ്ട്. അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല. പാർട്ടിയുടെ അച്ചടക്കം കൂടി ഞാൻ പാലിച്ചോളാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണല്ലോ മെമ്പർഷിപ്പ്. രാധാകൃഷ്ണൻ പറയുന്നത് കൂർലോസ് ഇത് നിരണം ബ്രാഞ്ചിൽ പറയണമായിരുന്നു എന്നാണ്. അതെ, അത് തന്നെ പറയണം. അദ്ദേഹം ബ്രാഞ്ചിൽ പറയണം. അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് ബ്രാഞ്ചിൽ നിന്ന് ഇത് ലോക്കലിലെത്തി, ലോക്കലിൽ നിന്ന് ഏരിയയിലെത്തി, ഏരിയയിൽ നിന്ന് ജില്ലയിലെത്തി, ജില്ലയിൽ നിന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയിലെത്തി, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വരുത്താം. അതല്ലാതെ പത്രക്കാരോട് വിളിച്ചിട്ടല്ല പറയുന്നത്. അങ്ങനെ പത്രക്കാരോട് വിളിച്ച് കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സംഘടനാ ചട്ടക്കൂട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇല്ല എന്നാണ് അതിൻ്റെ ഭരണഘടന വായിച്ചിട്ടുള്ളത്. പത്തനംതിട്ടയിൽ അതിരൂക്ഷമായ വിഭാഗീയതയുണ്ട് ഇപ്പോൾ. കാരണം അവിടെ ഐസക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു യോഗത്തിൽ, ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അടിയൊക്കെ നടന്നില്ലേ, പത്മകുമാർ പക്ഷവും മറ്റേ പക്ഷമൊക്കെ ആയിട്ട്. അപ്പോൾ ആ വിഭാഗീയതയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്വാതന്ത്ര്യം എടുത്തതാണെങ്കിലോ കൂർലോസ് പാർട്ടിക്കകത്ത് പറയാൻ പറ്റുന്നില്ല. അല്ല, പാർട്ടിക്കകത്ത് പറയാനുണ്ടല്ലോ. പാർട്ടിക്കകത്ത് പറയാനുള്ള പരിപാടിയുണ്ട്. ബ്രാഞ്ച് യോഗം നടക്കുന്ന സമയത്ത് ഇപ്പോഴും പറയാനുള്ളതുണ്ട്. കാരണം അതിരൂക്ഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്ന ഒരു സീൻ ശ്രീനിവാസൻ ആ സന്ദേശത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതിൽ പാർട്ടി അംഗങ്ങൾ പാർട്ടി മീറ്റിങ്ങിൽ വിമർശിക്കുന്നുണ്ട്. അത് ഈ പഴയ കാലത്ത് അങ്ങനെ ആത്മവിമർശനം എന്നൊക്കെ പറഞ്ഞു. അല്ല, 2 വിമർശനമുണ്ട്. ഒന്ന്, ആദ്യം ആത്മവിമർശനം നടത്തണം, സ്വയം വിമർശനവും, പിന്നെ മറ്റുള്ളവരുടെ വിമർശനവും. ആദ്യം സ്വയം വിമർശനമാണ് നടത്തേണ്ടത്. ആ സ്വയം വിമർശനവും മറ്റുള്ളവരുടെ വിമർശിക്കുന്നതും പാർട്ടി ഫോറത്തിൽ പറയാനുള്ള അവകാശം ഇപ്പോഴും ഉണ്ട് പാർട്ടി ഭരണഘടന. പാമ്പ് കടിക്കുന്നതിന് മുമ്പ് പി കൃഷ്ണപിള്ള എഴുതി വെച്ച വാചകം അതാണ്. പാമ്പ് കടിക്കുന്നതിനും. അപ്പോൾ കൃഷ്ണപിള്ളക്ക് പാമ്പ് കടിക്കുമെന്ന് അറിയാമായിരുന്നല്ലേ? മറ്റേ സ്വയം വിമർശനമുണ്ട്, മറ്റേ വിമർശനം ഇല്ല എന്ന് എഴുതി വെച്ചപ്പോഴാണ് പാമ്പ് കടിച്ചത്. അല്ല, ഈ സ്വയം വിമർശനം നടത്തുന്നതോടൊപ്പം മറ്റു വിമർശനം നടത്താനുള്ള പാർട്ടി ഭരണഘടന അനുസരിച്ച് അതിൽ പെർമിഷനുണ്ട്. ആ പെർമിഷൻ ഉള്ള സ്ഥിതിക്ക് ശ്രീ കുർലോസ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം ഫേസ്ബുക്കിലല്ല പറയേണ്ടിയിരുന്നത്, അദ്ദേഹം അംഗമായിരിക്കുന്ന പാർട്ടി ബ്രാഞ്ചിലാണ് പറയേണ്ടത്. ഇതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാമോ? അല്ല, സ്ഥാനത്യാഗം ചെയ്ത ശേഷം അദ്ദേഹം പാർട്ടി അംഗത്വം പുതുക്കിയിരിക്കാൻ സാധ്യതയില്ല. ഇല്ല. അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ പോയതുകൊണ്ട് പുതുക്കേണ്ട പ്രശ്നം വരുന്നില്ല.
അദ്ദേഹത്തിൻ്റെ ഇത് രണ്ടും കൂടി എങ്ങനെ നടക്കുമെന്ന് ബേസിക് ഡിഫറൻസസ് ഇല്ലേ? ഒന്ന് വർഗ വൈരാഗ്യം. അങ്ങ് പറഞ്ഞു സെബാസ്റ്റ്യൻ വട്ടമറ്റം മറ്റേ എസ് കാപ്പനച്ചനുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്, ഒരു കുടുംബക്കാരാണ് അവർ. അപ്പോൾ കാപ്പനച്ചൻ, പൗലോസ് പഴയ കൽദായ, പി ഗോവിന്ദപിള്ള, ഇവരൊക്കെ ലിബറേഷൻ തിയോളജി കൊണ്ടു കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ധാരാളം പ്രസംഗങ്ങൾ ഇവരുടെയൊക്കെ കേട്ടിട്ടുണ്ട്. PG ഉണ്ടാവും ഇവരുടെ പ്രസംഗത്തിലൊക്കെ. ആ ലിബറേഷൻ തിയോളജിയുടെ ആളല്ലേ ഈ കൂർലോസും. അപ്പൊ പിന്നെ യേശുവിനെ മാർക്സിസ്റ്റായിട്ടല്ലേ അവർ കരുതുന്നത്? അല്ല, യേശുവിനെ മാർക്സിസ്റ്റാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് യേശുവിനെ അവർ കണ്ടോന്നുള്ളല്ല, ഞാൻ ചോദിക്കുന്നത് ഈ അടിസ്ഥാന പ്രമാണം വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. യേശുദേവൻ്റെ സ്നേഹസങ്കല്പം എന്താണ്? ശത്രു മിത്ര ഭാവങ്ങൾക്ക് അതീതമായ സ്നേഹം, കോൺട്രാക്റ്റ് അല്ല. കോൺട്രാക്റ്റ് ആയിരുന്നു സ്നേഹം. ആ സ്നേഹസങ്കല്പത്തെ മാറ്റിക്കൊണ്ട് ഇത് അൺകണ്ടീഷണലായിട്ട് ഉപാധിരഹിതമായി എല്ലാവരെയും സ്നേഹിക്കുന്നു. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങി വൈകുന്നേരം ഉച്ചവരെ ശത്രുവിനെ സൃഷ്ടിച്ചിട്ട് അവരെ സേവിക്കുക എന്നുള്ളതല്ല. ശത്രു മിത്ര ഭാവങ്ങൾക്ക് അതീതമായ സ്നേഹം. മാർക്സ് എന്താ പറയുന്നത്? വർഗശത്രുവിനെ വകവരുത്തണം. സംശയമില്ലല്ലോ അതിനകത്ത്, ഉന്മൂലനമല്ലേ പറയുന്നത്. പിന്നെ വർഗവൈരം മനസ്സിൽ നിന്ന് മാറ്റാൻ പാടില്ല. എന്താണ് നമ്മുടെ ഈ മറ്റേ ഇതിൽ വരില്ലേ, എന്താണ് മാർക്സിസം? മറ്റേ മാനവരാശിയെ രണ്ടാക്കി തിരിച്ചു കഴിഞ്ഞു. അല്ല, അതും ഇതിലില്ലല്ലോ. ഇതിലില്ല. അല്ല, പിന്നെ മറ്റേ ഇതില്ലേ ഇങ്ങനെ വന്നിട്ട് ഈ മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗവൈരം സൂക്ഷിക്കണം. മറ്റേ ബൂർഷ്വാ ക്ലാസ്, മിഡിൽ ക്ലാസ്, അവരെന്താണ് പ്രശ്നം? അവർക്ക് വർഗവൈര്യം മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. അവന് ചില്ലറ കിട്ടി അവൻ കാലുമാറുന്നു. അങ്ങനെ ഒരു ഈ NGOമാരെ കൊണ്ട് വിപ്ലവം നടത്തിക്കാൻ പോയ പോലുള്ള പ്രശ്നം വരും. ഒരു DA കൊടുത്തു കഴിഞ്ഞാൽ NGOമാരുടെ പ്രശ്നം തീരും. അപ്പോൾ ഇത് ഇല്ല, എന്തു ചെയ്യും? ഇനി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ കൂർലോസ് ആത്മവഞ്ചനയാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം കമ്മ്യൂണിസത്തെയും വഞ്ചിച്ചു, സഭയെയും വഞ്ചിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആത്മവഞ്ചന നടത്താൻ പാടില്ല. ഇനി ഒരു പാർട്ടിക്കാരനാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കാരനെ ശകാരിക്കാൻ പാർട്ടിയുടെ സുപ്രീം കമാൻഡൻറ്റിന് അവകാശമില്ലേ? ഉണ്ട്. അപ്പോൾ പിന്നെ അതിലൊന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മിണ്ടാതിരിക്കണം, എനിക്ക് ആ പ്രശ്നം കഴിഞ്ഞു എന്ന് പറയുന്നത്. കാരണം ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പാർട്ടി ഭരണഘടന വായിച്ചിട്ടായിക്കൂടല്ലോ അദ്ദേഹം മെമ്പറായിട്ടുള്ളത്. അദ്ദേഹത്തിന് അറിയാൻ പറ്റും. അത് എനിക്കിപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞപ്പോഴാണ് തോന്നുന്നത്. ഈ ശാസിച്ചു കഴിയുമ്പോൾ സുധാകരനും EP ജയരാജനും ഒക്കെ എടുക്കുന്ന നിലപാടുണ്ടല്ലോ, പാർട്ടിയാണ് ശരിയെന്ന്. അതാണ് കൂർലോസും അതേ നിലപാടാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി പാർട്ടി പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ സംഗതി തീർന്നു എന്നുള്ള കാര്യം. അതിലെന്താണ്? പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം, വേറൊരു കാര്യവും കൂടിയുണ്ട്. ഈ ആത്മീയതയെക്കുറിച്ച് അവരുടെ മതപരമായ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങളിൽ മറ്റുള്ളവർ കയറി അഭിപ്രായം പറയുന്നതും, ഇവർ രാഷ്ട്രീയത്തെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ രാഷ്ട്രീയക്കാരനാണോ അതിനോട് പ്രതികരിക്കുന്നതും രണ്ട് വിഷയങ്ങളാണ്. ഇദ്ദേഹം രാഷ്ട്രീയത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കും. അതിലെന്താ തെറ്റ്? നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയമായിട്ടല്ലേ അവർക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഇദ്ദേഹത്തിന്റെ മേഖലയെ പറ്റി അല്ല പറഞ്ഞിരിക്കുന്നത്, പിണറായിയുടെ മേഖലയെക്കുറിച്ച് പിണറായിയുടെ അനുയായിയായിരിക്കേണ്ട ഒരു പിണറായിയും അദ്ദേഹവും തമ്മിൽ ഹൈറാർക്കിയിൽ വളരെ ലോവർ സ്റ്റാർട്ടേയിൽ നിൽക്കുന്ന ഒരാൾ അഭിപ്രായം പറഞ്ഞു. അതിനെ പിണറായി അങ്ങനെ കാണുള്ളൂ. മാർക്സ് പാർട്ടിയിൽ അങ്ങനെ അല്ലാതെ കാണാൻ എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? അപ്പോൾ ആ EP ജയരാജനോട് ആ വോട്ടെടുപ്പ് ദിവസം ചെയ്ത പോലെ തന്നെ ഈ പരസ്യ ശാസന എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ആ ടൂൾ ഉപയോഗിച്ചാണ് അതാണ് ഉപയോഗിച്ചത്. പിന്നെ വേറൊന്നും പറഞ്ഞില്ല. കൂർലോസിനും മനസ്സിലായോ? മനസ്സിലായിട്ടല്ലേ മിണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ പറയില്ലേ. എന്തേ മിണ്ടുന്നില്ല? കാരണം പാർട്ടി അച്ചടക്കം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അല്ല, അദ്ദേഹം ഇങ്ങനെ CPM-നെ വിമർശിച്ചു കഴിഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കൂർലോസിന് BJP-യിൽ എടുത്തുകൂടാ? ക്രൈസ്തവ വോട്ടുകളൊക്കെ ധാരാളം വേണ്ടേ? അല്ല, അതിൻ്റെ കൂർലോസ് BJP-യിൽ വന്നു കഴിഞ്ഞാൽ ക്രൈസ്തവ വോട്ടുകളെല്ലാം കൂടി വരുമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? കൂർലോസ് ഈ പ്രാവശ്യം CPM-ൻ്റെ കൂടെയാണുള്ളത്, ഇല്ലേ? ഉണ്ടായിരുന്നല്ലോ. CPM-ന് എത്ര ക്രൈസ്തവ വോട്ട് കിട്ടി?
മാത്രമല്ല പുള്ളി BJP-യിൽ വന്നാൽ തന്നെ CPM ഡെപ്യൂട്ടേഷനിൽ അയച്ചതാണോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് നിലവിലുണ്ട്. കാരണം സഭയിൽ ഡെപ്യൂട്ടേഷനിൽ പോയി ജോലി ചെയ്ത ഒരാൾ ഇവിടെ അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഡെപ്യൂട്ടേഷനിൽ സഭയിൽ പോയി ജോലി ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ കൂർലോസിൻ്റെ മുമ്പിലുള്ള വഴി എന്താണ്? അദ്ദേഹം പാർട്ടിക്കാരൻ്റെ ഹൃദയപക്ഷപാതാണെന്ന് അത് പറഞ്ഞു. വട്ടമറ്റം അദ്ദേഹത്തെ ഈ മറ്റേ എന്താണ് സെബാസ്റ്റ്യൻ വട്ടമറ്റം ഉപേക്ഷിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഇടതുപക്ഷത്തെ ഉപേക്ഷിക്കരുത്, ഇടതുപക്ഷത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം കാത്തു സൂക്ഷിക്കുമെന്നും പറഞ്ഞ് എന്താണ് ഇപ്പോഴത്തെ ഒരു പുതിയ വാക്കുണ്ടല്ല, ഹൃദയപക്ഷം എന്നുള്ളത്. ആ ഹൃദയപക്ഷമാണ് ഇടതുപക്ഷം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇത്. അപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു കഴിഞ്ഞു. ഈ കാർഡിയോളജിസ്റ്റുകളെയൊക്കെ പാർട്ടി അംഗങ്ങളാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണത്. ഏത് ഹൃദയപക്ഷമല്ലേ? അപ്പോൾ കൂർലോസ് നിൽക്കുന്നിടത്ത് തന്നെ നിന്നോട്ടെ. അല്ല, അദ്ദേഹം അവിടെ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അദ്ദേഹം അവിടെ നിന്ന് മാറിയിട്ടില്ല. അദ്ദേഹം സഭയിൽ പോയത് ഒരു ഡെപ്യൂട്ടേഷൻ ജോലിയായിരുന്നു, അത് അവസാനിപ്പിച്ചു. അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നു. പരസ്യശാസനം ഏറ്റുവാങ്ങി അദ്ദേഹം ഒരു എന്താ പറയുക അനുസരണയുള്ള ഒരു പാർട്ടി അംഗം സഖാവായി അദ്ദേഹം തുടരുന്നതാണ് അദ്ദേഹത്തിനും അഭികാമ്യം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.